ഹലോ നമസ്കാരം. ഞങ്ങളിന്ന് പോകുന്നത് ഡ്രൈവിംഗ് ബീച്ചിലേക്കാണ്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിൽ തിക്കോടി കള്ളിയത്ത് ഡ്രൈവിംഗ് ബീച്ചിലേക്കാണ്. ഹൈവേയുടെ പണി നടക്കുന്നത് കാരണം റോഡിൽ നല്ല ട്രാഫിക്കാണ്. ഇവിടെ ഒരു 3 കിലോമീറ്റർ ഹൈവേയുടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. പാലോളിപ്പാലം മുതൽ മൂരാട് പാലം വരെ 6 ലൈനാണ്. കേരളത്തിൽ 2 മാത്രമേ ഡ്രൈവിംഗ് ബീച്ചുകളുള്ളൂ. ഒന്ന് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി മുഴുപ്പിലങ്ങാടും മറ്റൊന്ന് കോഴിക്കോട് ജില്ലയിലെ തിക്കോടി കള്ളിയത്ത് ബീച്ചും. കോഴിക്കോട് നിന്നും കള്ളിയത്ത് ബീച്ചിലേക്ക് 36 കിലോമീറ്ററാണ്, ഏകദേശം 1 മണിക്കൂർ ദൂരം. ഞങ്ങളങ്ങനെ പുതിയ ഹൈവേയിലൂടെ തിക്കോടി ബീച്ച് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ഹൈവേ പണി കഴിഞ്ഞ ഹൈവേയിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സുഖമായി യാത്ര ചെയ്യാൻ പറ്റി. തിക്കോടി പഞ്ചായത്ത് ബസാറിൽ നിന്നും ബീച്ചിലേക്കുള്ള റോഡിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു. ചെറിയ റോഡാണ്. ഞങ്ങൾ പോകുമ്പോഴേക്കും സൂര്യാസ്തമയത്തിൻ്റെ സമയമായിരുന്നു. ബീച്ചിൽ നല്ല തിരക്കായിരുന്നു. സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ടായിരുന്നു ബീച്ചിൽ. ഒഴിവു സമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു ഈ ഡ്രൈവിംഗ് ബീച്ച്. ഇവിടെ ധാരാളം പേർ ഡ്രൈവിംഗ് പഠിക്കാനായി വരാറുണ്ട്. ഇവിടെ കുട്ടികൾക്കുള്ള 4 വീൽ മോട്ടോർ കാർ ഞാൻ കണ്ടു. ഇതിൻ്റെ പേരെനിക്ക് ശരിക്കറിയില്ല. ഇതിന് 100 രൂപയാണ് ഇവർ ചാർജ് ഈടാക്കുന്നത്. ഒരു 50 മീറ്റർ പോയി തിരികെ വരുന്നതിനാണ് 100 രൂപ ഇവർ ഈടാക്കുന്നത്. വലിയവർക്കും കുട്ടികൾക്കുമുള്ള 4 വീലർ ഞാൻ കണ്ടു. ഇവിടെ പിന്നെ പട്ടം വിൽക്കുന്നതും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പട്ടം മേടിച്ച് പറപ്പിച്ചു. പട്ടത്തിന് തരിക. ഇതിൻ്റെ കണക്കെങ്ങനെയാ? നല്ലോണം വർക്ക് ചെയ്താ 60, 70, 50. നല്ല ഉയരത്തിൽ പറക്കുന്നുണ്ടായിരുന്നു പട്ടം.
ഇവിടെ കാണുന്ന ഈ കല്ലിലാണ് കല്ലുമ്മക്കായ ഉണ്ടാകാറ്. സീസണായാൽ ഇവിടെ നിന്ന് നമുക്കിത് പറിക്കാവുന്നതാണ്. ഞങ്ങൾ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു. നേരെ വണ്ടിയുമായി നാട്ടിലേക്ക്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.